എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത നാളുകളുടെ കലാപത്തിൽ ഏതാണ്ട് 2900 ആക്രമണങ്ങളാണ് ഹൈന്ദവ സമൂഹത്തിന് നേരെ ബംഗ്ലാദേശിൽ തീവ്ര മുസ്ലിം സംഘടനകൾ നടത്തിയിട്ടുള്ളത്. അവർ പ്രധാനമായും ചെയ്യുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ തല്ലിത്തകർക്കുക, അവരുടെ വിഗ്രഹങ്ങൾ തല്ലിത്തകർക്കുക, ഹിന്ദു കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് അവരുടെ ഭവനങ്ങൾ തീ വയ്ക്കുക, അവരുടെ സ്ത്രീകളെ ഉപദ്രവിക്കുക, ഇത്തരം പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2900 ആക്രമണങ്ങളാണ് ഈ അടുത്ത നാളുകളിൽ ഹൈന്ദവ സമൂഹങ്ങൾക്കെതിരെ നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ ചില ബാനറുകളും പോസ്റ്ററുകളും പ്രത്യക്ഷമായി. അത് ഇപ്രകാരമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 ലക്ഷത്തോളം ഹിന്ദുക്കളെ കൊല്ലുക എന്നുള്ളതാണ് തീവ്ര മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ശക്തമായ ആക്രമണങ്ങളാണ് ഹിന്ദു സമൂഹങ്ങൾക്ക് നേരെ നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, 9 കുടുംബങ്ങളിൽ ഒന്നിച്ച് തീവ്ര മുസ്ലിം സംഘടനകൾ ഹിന്ദുക്കളുടെ 9 ഭവനങ്ങൾക്ക് തീയിട്ടു, വീടുകൾക്ക് തീയിട്ടു. ആ തീയിട്ടത് ഈ ഭവനത്തിലുള്ളവർ അവിടെ ഉള്ളപ്പോൾ തന്നെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് തീയിട്ടത്. എന്നാൽ ചില ആളുകളുടെ ഇടപെടൽ കൊണ്ട് ആളപായം ഉണ്ടായിട്ടില്ല എങ്കിലും 8 ഭവനങ്ങൾ കത്തി നശിച്ചു. അങ്ങനെ ബംഗ്ലാദേശിൽ നിരന്തരമായി ഹിന്ദു സമൂഹങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് ഈ മുസ്ലിം സംഘടനകൾ നടത്തിവിടുന്നത്. അതായത് ബംഗ്ലാദേശിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, ദീപു ദാസ് എന്ന ഒരു ചെറുപ്പക്കാരനെ ബംഗ്ലാദേശി പോലീസുകാർ മർദ്ദിച്ചതിന് ശേഷം ഈ മുസ്ലിം മത തീവ്രവാദികൾക്ക് ഈ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവർ ചേർന്ന് കൂട്ടമായി നിന്നുകൊണ്ട് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ഈ ദീപു ദാസ് എന്ന ചെറുപ്പക്കാരൻ്റെ നെഞ്ചത്ത് ചവിട്ടുകയും ശരീരം മുഴുവൻ ചവിട്ടി മുറിവേൽപ്പിക്കുകയും അദ്ദേഹത്തെ അതിക്രൂരമായി പൈശാചികമായി കൊന്ന് അതിനുശേഷം അതിനെ കത്തിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഭീകരമായ പ്രവർത്തികൾ ചെയ്യാൻ മുസ്ലിം ഭീകര സംഘടനകൾക്ക് മാത്രമേ സാധ്യമാകുള്ളൂ. ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് മാത്രമേ ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതുമാത്രമല്ല, അതിനുശേഷം മറ്റൊരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. ഇതേണ്ട അടുത്തതായി ഈ മറ്റൊരു വ്യക്തിയും കൂടെ ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഹിന്ദു യുവാവിനെ കൂടി ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിക്കുകയും തീ കൊളുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഖോഗൻ ദാസ് എന്നയാളാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായി തീർന്നത്. അതായത് ഡിസംബർ 31 വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തീവ്ര മുസ്ലിം സംഘടനയിലുള്ള ആളുകൾ ഇദ്ദേഹത്തെ വളയുകയും കൂട്ടമായി ആക്രമിക്കുകയും ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് പെട്രോൾ ഒഴിക്കുകയും അദ്ദേഹത്തെ കത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദീപു ദാസ് എന്ന ചെറുപ്പക്കാരനെ ആദ്യം ഇത്തരത്തിൽ അള്ളാഹു അക്ബർ വിളിച്ച് കൊലപ്പെടുത്തി. എന്നാൽ ഈ ദീപു ദാസിൻ്റെ 3 സഹോദരിമാരെയും ഈ മുസ്ലിം മത ഭീകരന്മാർ മാറി മാറി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ ഹൈന്ദവ സമൂഹത്തിന് നേരെ അതിഭയാനകരമായ ആക്രമണവും അതോടൊപ്പം തന്നെ അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമീപനം ഈ തീവ്ര ഇസ്ലാമിക് ഭീകര സംഘടനകൾക്ക് ഉണ്ട്. അത് ബംഗ്ലാദേശിൽ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ബംഗ്ലാദേശിലെ യുവ നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നാണ് ബംഗ്ലാദേശിൽ ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, അവരുടെ ഭവനങ്ങൾ, അവരുടെ ആലയങ്ങൾ, അമ്പലങ്ങൾ, അതുപോലുള്ള മേഖലകളെല്ലാം തല്ലി തകർക്കുകയും തീ വയ്ക്കുകയും ചെയ്യുകയാണ്. അതായത്
ഒരു ഗാർമെൻറ്റ്സ് ജീവനക്കാരനായ ഒരു വ്യക്തി 40 വയസ്സുള്ള ഒരു ഹിന്ദു യുവാവും ദേണ്ട കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഏതാണ്ട് 2900-ലധികം ആക്രമണങ്ങളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഹൈന്ദവ സമൂഹങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്, അവർ നിരന്തരം കൊല്ലപ്പെടുകയാണ്. ഇന്ത്യയിൽ മുസ്ലിം സമൂഹം വളരെ സ്വാതന്ത്ര്യത്തോടും, അതായത് ഹിന്ദു ഭൂരിപക്ഷമുള്ള 80% ഹിന്ദുക്കൾ അധിവസിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിം സമൂഹങ്ങൾ വളരെ സ്വാതന്ത്ര്യത്തോടും സ്വസ്ഥതയോടും സമാധാനത്തോടെയും അവർ ഇവിടെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ഹിന്ദു സമൂഹങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ അതിഭയാനകമായി കൊല്ലപ്പെടുകയും അവരുടെ വീടുകൾ ആക്രമിക്കപ്പെടുകയും അവരുടെ സ്ത്രീകളെ ഈ മുസ്ലിം മത തീവ്രവാദികൾ മാറി മാറി ഉപദ്രവിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ അതിഭയാനകമാണ്. വലിയ ആക്രമണങ്ങളാണ് അവിടെ നിൽക്കുന്നത്. അല്ല, മുസ്ലിം ഭൂരിപക്ഷമുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മറ്റ് ഇതര രാജ്യങ്ങളിലെല്ലാം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. എന്താണ് ഇവരുടെ ഈ ചിന്താഗതിക്കുള്ള കാരണം? എന്താണ് ഇവർ ഈ രീതിയിൽ പെരുമാറുന്നത്? എന്താണ് ഇവർക്ക് ഈ അന്യമതങ്ങളോടുള്ള ഇത്രമാത്രം വൈരാഗ്യം? ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇസ്ലാമിക് മതഭീകരരുടെ വളർച്ച നമ്മുടെ ഈ ലോകത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയായി നിലനിൽക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ അവസ്ഥ അതിഭയാനകമാണ്. ഇവിടെയുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല, എല്ലാം പെയ്ഡ് ചാനലുകളായി മാറി. ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടാണ് പല മലയാളം ചാനലുകളും ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹവും മറ്റ് ക്രിസ്ത്യൻ സമൂഹവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ രംഗത്ത് കൊണ്ടുവരാൻ ഒരു മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നാഷണൽ ന്യൂസുകളിലെല്ലാം തന്നെ എല്ലാ ദിവസവും TV ചാനലിലും പത്രമാധ്യമങ്ങളിലും ശക്തമായി തന്നെ ഇതിനെതിരെയുള്ള വാർത്തകൾ പുറത്ത് വരുന്നുണ്ട്. എന്തായാലും തീവ്ര ഇസ്ലാമിക് മതഭീകരന്മാരുടെ വളർച്ച നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ഈ ലോകത്തിനും ഒരു വലിയ ഭീഷണിയായി നിലനിൽക്കുക.